ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തിലെ 3-ാമത്തെ അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ആദ്യത്തെ 2 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇന്ന് നമ്മൾ മനോഹരമായ ഒരു കഥയാണ് പഠിക്കാൻ പോകുന്നത്. നാടിനെ രക്ഷിച്ച ഒരു മഹാരാജാവിൻ്റെ കഥ. കഥ കേൾക്കാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? അപ്പോൾ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മലയാളം കേരള പാഠാവലി പാഠപുസ്തകത്തിലെ 3-ാമത്തെ യൂണിറ്റാണ്. എന്താണ് പാഠത്തിൻ്റെ പേര്? അധ്യായം 3, നാടിനെ രക്ഷിച്ച വീരബാഹു. മനോഹരമായൊരു ചിത്രം തന്നെ ആമുഖമായി കൊടുത്തിട്ടുണ്ടല്ലേ കൂട്ടുകാരെ? അതെ, ചിത്രം കണ്ടപ്പോൾ തന്നെ കൂട്ടുകാർക്ക് കഥ കേൾക്കാൻ തിടുക്കമായില്ലേ? തിടുക്കമായല്ലേ? അപ്പം നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ കഥ പഠിക്കാം. തീറ്റക്കൊതിയനായൊരു മഹാരാജാവാണ് കേട്ടോ കൂട്ടുകാരെ. കണ്ടോ, എന്തൊക്കെ പലഹാരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുന്നത്. 2 കൈകൾ ഉപയോഗിച്ചും അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. തീറ്റയോട് തീറ്റ. പെരുവയറൻ രാജാവിന് ഒരേ ഒരു വിചാരം മാത്രം: തിന്നണം, തിന്നണം, എപ്പോഴും തിന്നണം. പ്രജകളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. തൻ്റെ വയർ എപ്പോഴും നിറഞ്ഞിരിക്കണം. ചോറും കറിയും പലഹാരങ്ങളും കുമ്പ നിറയെ വലിച്ചു വാരി തിന്നണം. ഏമ്പക്കം വിട്ട് എഴുന്നേറ്റു പോകും. കുളിയും ഉറക്കവും എല്ലാം കഷ്ടി. ഇത് കൊട്ടാരത്തിൽ സംസാര വിഷയമായി. ഇങ്ങനെ പോയാൽ ഈ പെരുവയറൻ രാജാവ് നാടുമുടിക്കും. ആളുകൾ തമ്മിൽ പറയാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പെരുവയറൻ രാജാവിൻ്റെ ശരീരം ചീർത്തു. മുടി നീണ്ടു, നഖം വളർന്നു. അനങ്ങാൻ പോലും വയ്യാതെ കിടപ്പിലായി. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വൈദ്യന്മാർ രാജാവിനെ ചികിത്സിക്കാനെത്തി. പലരും മാറി മാറി ചികിത്സിച്ചിട്ടും ദീനത്തിന് ഒരു കുറവും വന്നില്ല. അപ്പോഴും രാജാവ് തീറ്റ നിർത്തിയില്ല. അങ്ങനെയിരിക്കെ ചെറുപ്പക്കാരനായ വീരബാഹു വൈദ്യൻ കൊട്ടാരത്തിലെത്തി. അദ്ദേഹം രാജാവിനെ വിശദമായി പരിശോധിച്ചു. മരുന്നും നൽകി. രാജാവേ, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ രോഗം പടികടക്കും. എന്തായിരിക്കും വീരബാഹു പറഞ്ഞത്? 2 നേരം കുളിക്കണം, പല്ല് നിത്യം തേച്ചിടേണം, നഖങ്ങൾ വളർന്നിടുമ്പോൾ മുറിച്ചിടേണം. എന്താ ചെയ്യാമോ? വീരബാഹു ചോദിച്ചു. രാജാവ് തലകുലുക്കി സമ്മതിച്ചു. മാസം 1 കഴിഞ്ഞു. മരുന്ന് കഴിച്ചിട്ടും ശരീരം വൃത്തിയാക്കിയിട്ടും അസുഖം പൂർണ്ണമായി മാറിയില്ല. ഇനി എന്തു ചെയ്യും? വീരബാഹു വീണ്ടും വന്നു. മണ്ണു നന്നായി കിളയ്ക്കണം, വിത്തെടുത്തു വിതയ്ക്കണം, ദേഹം വിയർത്തിടും വരെ വേല ചെയ്യണം. ഇത് കേട്ട രാജാവിന് വീരബാഹുവിനോട് നീരസം തോന്നി. എങ്കിലും അദ്ദേഹം പതുക്കെ പതുക്കെ ഓരോരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി. പകലന്തിയോളം ജോലി, കൃത്യസമയത്ത് ഭക്ഷണം. മാസങ്ങൾ കടന്നുപോയി. രാജാവിൻ്റെ ദേഹം മെലിഞ്ഞു, പെരുവയർ ചുരുങ്ങി, ആഹാരത്തോടുള്ള ആർത്തി കുറഞ്ഞു. രാജാവ് വീരബാഹുവിനെ വിളിച്ചു വരുത്തി. വൈദ്യരെ, എൻ്റെ രോഗം പൂർണ്ണമായി മാറി. പക്ഷേ നാട്ടിലാകെ പല രോഗങ്ങളും പടർന്നു പിടിക്കുകയാണ്. അതിനും കൂടി ഒരു പരിഹാരം താങ്കൾ കാണണം. വീരബാഹു ചില കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നാട് മുഴുവൻ ഉടൻ വിളംബരം ചെയ്യൂ. രാജാവ് മന്ത്രിയോട് കൽപ്പിച്ചു. പടയാളികൾ കവലതോറും ചെണ്ട കൊട്ടി അറിയിച്ചു. ഡും 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 ഡും. നാട്ടുകാരെ കേട്ടിടേണം, കേട്ട കാര്യം ചെയ്തിടേണം, ദേഹമെല്ലാം ശുചിയായി സൂക്ഷിച്ചിടേണം, വീടും ചുറ്റുപാടുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം, ഈച്ച കൊതു കീടങ്ങളെ തുരത്തിടേണം, പുഴ കിണർ കുളമെല്ലാം ശുചിയായി സൂക്ഷിച്ചിടിൽ, രോഗമെല്ലാം നാടുവിടും ഓർക്കുക വേണം. അപ്പൊ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? വീരബാഹു വളരെ ബുദ്ധിമാനായ ഒരു വൈദ്യനാണല്ലേ? ഇതുപോലെ നമുക്ക് ചുറ്റും ഒത്തിരി രോഗങ്ങളില്ലേ കൂട്ടുകാരെ? എങ്ങനെയാണ് രോഗങ്ങളൊക്കെ പിടിപെടുന്നതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലേ? അപ്പോൾ കൂട്ടുകാരുടെ വീടും പരിസരവും ഒക്കെ ശുചിയായി സൂക്ഷിക്കണം. അതുപോലെ സ്കൂളും പരിസരവും. മാത്രമാണോ? അല്ല, കൂട്ടുകാരുടെ നഖമൊക്കെ മുറിച്ച് അതുപോലെ നിത്യവും കുളിച്ച് ശുചിയായി കൂട്ടുകാരും നടക്കണം. അപ്പോൾ മാത്രമേ രോഗങ്ങൾ പൂർണ്ണമായി നമ്മെ വിട്ടു പോവുകയുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കഥ പഠിച്ചു അല്ലേ?
ഇനി നമുക്ക് കൂട്ടുകാരുടെ പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. നോക്കിയേ, പറയാം, എഴുതാം. ഇങ്ങനെ പോയാൽ ഈ പെരുവയറൻ രാജാവ് നാട് മുടിക്കും. ആളുകൾ ഇങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണം? എന്താവും കാരണം കൂട്ടുകാരെ, പറഞ്ഞോളൂ. അതെ, രാജാവ് അമിതമായി ആഹാരം കഴിക്കുന്നതിനാലാണ് പ്രജകൾ ഇങ്ങനെ പറയാൻ കാരണം. രണ്ടാമത്തെ ചോദ്യം, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ രോഗം പടികടക്കും. എന്തൊക്കെ ചെയ്യാനാണ് വീരബാഹു രാജാവിനോട് പറഞ്ഞത്? എഴുതിക്കോളൂ. മണ്ണ് നന്നായി കിളയ്ക്കണം, വിത്തെടുത്ത് വിതയ്ക്കണം, ദേഹം വിയർക്കും വരെ വേല ചെയ്യണം. അടുത്ത ചോദ്യം, ഇത് കേട്ട രാജാവിനെ വീരബാഹുവിനോട് നീരസം തോന്നി. എന്തുകൊണ്ട്? ഉത്തരം, ഒരു രാജ്യത്തിൻ്റെ രാജാവായ താൻ ഈ ജോലികൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഓർത്തപ്പോഴാണ് രാജാവിന് വീരബാഹുവിനോട് നീരസം തോന്നിയത്. അടുത്ത ചോദ്യം, എന്താണ് പടയാളികൾ നാട് നീളെ വിളംബരം ചെയ്തത്? ഉത്തരം നോക്കൂ. എല്ലാവരും വൃത്തിയായി നടക്കണമെന്നും പരിസരമെല്ലാം വൃത്തിയായി സൂക്ഷിക്കണമെന്നുമാണ് നാട് നീളെ പടയാളികൾ വിളംബരം ചെയ്തത്. കൂട്ടുകാരെ എഴുതിയോ? അടുത്ത ചോദ്യം നോക്കിയേ, എത്ര വാക്കുകൾ ചികിത്സിക്കാൻ എത്തി? അതിനെ എങ്ങനെ പിരിച്ചെഴുതാം? ചികിത്സിക്കാൻ എത്തി, 2 വാക്കുകൾ ചേർന്നാണ് ചികിത്സിക്കാൻ എത്തി എന്ന ഒറ്റ പദം ഉണ്ടായത്. അടുത്തൊരു പദം നോക്കിയേ, കൊട്ടാരത്തിൽ എത്തി. ഏതൊക്കെ പദമാണ് ചേർന്നിരിക്കുന്നത്? കൊട്ടാരത്തിൽ എത്തി. കൂട്ടത്തിൽ പെടാത്തവ ഏത്? നോക്കാം. ദീനം, ദേഹം, അസുഖം, രോഗം. ഉത്തരം ദേഹം. ബാക്കിയുള്ളവയെല്ലാം രോഗത്തിൻ്റെ പല പേരുകളാണ്. 2, ദിവസവും കുളിക്കണം, എപ്പോഴും തിന്നണം, നിത്യവും വ്യായാമം ചെയ്യണം, നഖങ്ങൾ മുറിക്കണം. കൂട്ടത്തിൽ പെടാത്തത് ഏതാ? എപ്പോഴും തിന്നണം. അടുത്ത് നോക്കി, വ്യായാമം ചെയ്യാം. ചിത്രത്തിൽ കാണുന്നതുപോലെ ചെയ്തു നോക്കൂ. അടിവരയിട്ട വാക്കിനു പകരം യോജിച്ച വാക്ക് തിരഞ്ഞെടുത്ത് വാക്യം മാറ്റി എഴുതാം. നോക്കിയേ കൂട്ടുകാരെ, ശുചിത്വമുള്ള നാട്ടിൽ നിന്ന് രോഗങ്ങൾ ഇല്ലാതാക്കും. താഴെ ബ്രാക്കറ്റിൽ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമാക്കും, പടികടക്കും, തലകുലുക്കും. ഇത് നമുക്ക് മാറ്റി എഴുതാം. അനുയോജ്യമായ വാക്ക് തന്നെ തിരഞ്ഞെടുക്കണേ. ശുചിത്വമുള്ള നാട്ടിൽ നിന്ന് രോഗങ്ങൾ പടികടക്കും. ഉറക്കെ വായിക്കാം. പ്രജകൾ, വിചാരം, ഏമ്പക്കം, വിളംബരം. ഒന്നുകൂടെ വായിച്ചോളൂ കൂട്ടുകാരെ. പ്രജകൾ, വിചാരം, ഏമ്പക്കം, വിളംബരം. വാക്യം എഴുതാം. കഷ്ടി എന്ന പദം വരുന്ന പുതിയ വാക്യങ്ങൾ എഴുതൂ. ചോറുണ്ടാക്കാൻ അരി കഷ്ടിയാണ്. അടുത്തൊരു പദം കൂടെ കൂട്ടുകാർ കണ്ടെത്തി എഴുതി നോക്കിയേ. അടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ വരുന്ന വാക്യങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അടിയിൽ വരയ്ക്കൂ. പ്രജകൾ, ചികിത്സ, വിളംബരം, ചീർത്തു, കൽപ്പിച്ചു, കഷ്ടി. അടുത്ത് നോക്കിയേ, വായിക്കാം, എഴുതാം. ബാബു മിക്ക ദിവസങ്ങളിലും ക്ലാസ്സിൽ വരാറില്ല. എന്നും ഓരോരോ അസുഖങ്ങൾ. ചില ദിവസങ്ങളിൽ പല്ലുവേദന, മറ്റു ചിലപ്പോൾ വയറുവേദന, ഛർദിയും വയറിളക്കവും ഉണ്ടാകാറുണ്ട്. കിട്ടിയതൊക്കെ വാരി വലിച്ചു തിന്നും. പലപ്പോഴും കൈ കഴുകില്ല. പല്ല് തേക്കാനും കുളിക്കാനും എല്ലാം മടിയാണ്. നഖമൊക്കെ നീണ്ട് ചെളി കെട്ടി നിൽക്കുന്നു. ഫലമോ വിട്ടുമാറാത്ത അസുഖങ്ങൾ. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, ബാബുവിൻ്റെ രോഗങ്ങൾ മാറാൻ എന്തെല്ലാം നിർദ്ദേശങ്ങൾ കൂട്ടുകാർക്ക് നൽകാൻ കഴിയും? ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളത്? പറഞ്ഞോളൂ. വൃത്തിഹീനമായ പരിസരമാണല്ലേ? അതെ. ചപ്പുചവറുകൾ കൂട്ടിയിടുന്നു, പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നു, കിണറിൻ്റെ കരയിൽ നിന്ന് കുളിക്കുന്നു. വൃത്തിയില്ലാത്ത പരിസരം ആളുകൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളാണ് ഉണ്ടാക്കുന്നത്? പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ പറയാമോ? വീടും പരിസരം വൃത്തിയായി സൂക്ഷിക്കാം. അപ്പോൾ നിർദ്ദേശങ്ങൾ കൂട്ടുകാരെ എഴുതിക്കോളൂ. ശുചീകരണ ഉപകരണങ്ങൾ വരയ്ക്കൂ. ഇവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ബ്രഷും അതുപോലെ മുറ്റമടിക്കാനുള്ള ഒരു ഉപകരണവും. അടുത്ത് നമുക്ക് വരയ്ക്കാം. ഹായ്. പല ശുചീകരണ ഉപകരണങ്ങളാണ് നമ്മൾ വരച്ചത് അല്ലേ? അതെ. എഴുതാം. മനുവും കൂട്ടുകാരും സ്കൂൾ പരിസരത്ത് എഴുതിയൊട്ടിച്ച ചില അറിയിപ്പുകൾ നോക്കിയേ. ആഹാരം കളയരുത്, പ്ലാസ്റ്റിക് സഞ്ചികൾ വലിച്ചെറിയരുത്. ഇതുപോലുള്ള അറിയിപ്പുകൾ തയ്യാറാക്കി വിദ്യാലയ പരിസരത്ത് നമുക്കും സ്ഥാപിച്ചോളൂ. സംരക്ഷിക്കാം നമുക്ക് ഓരോ തുള്ളി ജലവും നാളേക്കായി. കടങ്കഥകൾക്ക് ഉത്തരവെഴുതാം. 1000 പേർക്ക് ഒരു അരപ്പെട്ട. ഒന്നാമത്തെ നോക്കി 1000 പേർക്ക് ഒരു അരപ്പെട്ട. രണ്ടാമത്തേത് കയ്യിൽ കയറി മെയിലൊളിച്ചു. എന്തെല്ലാം രോഗങ്ങൾ? ഏതൊക്കെ രോഗങ്ങളെ പറ്റിയാണ് പോസ്റ്ററിൽ പറയുന്നത്? നിങ്ങൾക്ക് ഏതൊക്കെ രോഗങ്ങളുടെ പേരറിയാം? എഴുതിക്കോളൂ. പനി, ചുമ. എല്ലാ രോഗങ്ങളും പകരുന്നവയാണോ കൂട്ടുകാരെ?
അല്ല, ചില രോഗങ്ങൾ പകരുന്നവയാണ്, എന്നാൽ ചിലത് പകരാത്തവയുമാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പട്ടികപ്പെടുത്താം. പകരുന്ന രോഗങ്ങൾ: എലിപ്പനി, ചെങ്കണ്ണ്, കൊറോണ, ഡെങ്കിപ്പനി. ഇവയെല്ലാം പകരുന്ന രോഗങ്ങളാണ്. പകരാത്തവയോ? ചുമ. പറയാം, ഞാൻ ചെയ്യാറില്ല. എന്തുകൊണ്ട്? ചെവിയിൽ പെൻസിലിടുന്നു, പൊടിമീണ കണ്ണ് തിരുമുന്നു, പല്ലിനിടയിൽ പിന്നുകൊണ്ട് കുത്തുന്നു. ഇതൊക്കെ കൂട്ടുകാർ ചെയ്യാറുണ്ടോ? ചെയ്യാറില്ല. എന്തുകൊണ്ടാണ്? പറഞ്ഞോളൂ. അടുത്ത് വായിക്കാം. പീനയുടെ ഡയറി വായിച്ചോളൂ. ഡയറി എഴുതുമ്പോൾ തീയതിയും ദിവസവും എഴുതാൻ മറക്കരുതേ. വായിക്കാം. രാവിലെ എഴുന്നേറ്റു. നല്ല തണുപ്പുണ്ടായിരുന്നു. നേരത്തെ സ്കൂളിലെത്തി. ഇന്നത്തെ അസംബ്ലിയിൽ ഞാനാണ് കഥ പറഞ്ഞത്. ഇന്ന് മാലിന്യ ടീച്ചർ പറഞ്ഞു തന്ന കഥ എനിക്ക് ഇഷ്ടമായി. പെരുവയറൻ രാജാവിൻ്റെ കഥ. കഥയിൽ തന്നെ പാട്ടുമുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി. രാത്രി ഈ കഥ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. കൂട്ടുകാരെ, നിങ്ങളുടെ ഇന്നത്തെ ഡയറി കുറിപ്പ് എഴുതിക്കോളൂ. ആദ്യം ദിവസവും അതുപോലെ തന്നെ തീയതിയും എഴുതിക്കോളൂ. എഴുതിക്കോളൂ കൂട്ടുകാരെ. അടുത്തതായി നമുക്ക് വായിക്കാനുള്ള ഒരു ഭാഗമാണ് വായനച്ചെപ്പ്. ഭീകരൻ എന്ന് പറയുന്ന പാവനാടകം വായിക്കാം. ഭീകരൻ. പാവനാടകം. ഈച്ചയുടെ മൂളൽ. തവള ശ്രദ്ധിക്കുന്നു. തവള: അതാ അവൻ വരുന്നു, കൊലയാളി. മുത്തശ്ശി: മുതലാളിയോ? തവള: കൊലയാളി, മനുഷ്യരുടെ കൊലയാളി, ഭീകരൻ. രാജു: അയ്യോ, പുലിയോ കടുവയോ മറ്റോ ആണോ? തവള: ക്രോം ക്രോം, അതിനേക്കാളുമൊക്കെ ഭീകരൻ. മുത്തശ്ശി: എവിടെ? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. ഈച്ച വരുന്നു, ഇരിക്കുന്നു. തവള: അതാ അവൻ തന്നെ. രാജു: ഇത് നമ്മുടെ ഈച്ചയല്ലേ? ഇവനാണോ ഭീകരൻ? നിന്നെക്കാളൊക്കെ സുന്ദരനാ ഇവൻ. പളുകു ചിറങ്കുകൾ, സ്വർണ്ണ കണ്ണുകൾ, വരയൻ കുപ്പായം. ഹായ്, എന്തു രസം. ഈച്ച: ഞാനിവിടെ പതിവുകാരനാ. നിനക്കെന്തിവിടെ കാര്യം? പോക്കാച്ചിത്തവളെ. കറങ്ങി പറന്നിരിക്കുന്നു. തവള: കണ്ടില്ലേ, ഇതാണിവൻ്റെ സ്വഭാവം. ഈച്ച രാജുവിൻ്റെ തലയിലിരിക്കുന്നു. എവിടെയും ചെന്നിരിക്കും, എന്തും തിന്നും. കാലുകൾ കണ്ടില്ലേ, നിറയെ രോഗാണുക്കളാ. മുത്തശ്ശി: അതെങ്ങനെ തവളെ ഈച്ചയുടെ കാലുകളിൽ പിടിച്ചു കയറുന്നത്? തവള: ക്ഷയരോഗിയുടെ കഫത്തിലും കോളറ രോഗിയുടെ മലത്തിലുമെല്ലാം വൃത്തികേടുകളിലുമല്ലേ ഇവൻ്റെ വാസം. രാജു: കോളറ പരത്തുന്നത് ഈച്ചയാ. തവള: കോളറ മാത്രമോ? ടൈഫോയിഡും അതിസാരവും എല്ലാം പരത്തുന്നത് ഇവനാ. മുത്തശ്ശി: അപ്പോൾ ഈച്ചയെ തിന്നുന്ന നിനക്കും പിടിക്കില്ലേ കോളറ? തവള: അതൊക്കെ നിങ്ങൾ മനുഷ്യർക്ക് ഏൽക്കൂ. രാജു: ആഹാ, എന്നാൽ ഇവനെ കൊന്നിട്ട് തന്നെ കാര്യം. രാജു വടിയെടുക്കാൻ പോകുന്നു. ഈച്ച: ഞങ്ങളെയൊക്കെ എളുപ്പത്തിലൊന്നും നശിപ്പിക്കാനാവില്ല. ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഒരു പ്രാവശ്യം 10,000-20,000 മുട്ടകളാണ് ഇടുന്നത്. രാജു പടിയുമായി വരുന്നു. അടിക്കുന്നു. തവളയ്ക്ക് അടി കിട്ടുന്നു. പാത്രം അടിയേറ്റ് വീഴുന്നു. മുത്തശ്ശി: അയ്യോ, ചോറ് പോയോ കുട്ടാ? സാരമില്ല, കൊടുക്കടാ. രാജു: അനങ്ങല്ലേ മുത്തശ്ശി. മുത്തശ്ശി: എവിടെയാടാ കുട്ടാ? കൊടുക്ക്. രാജു അടിക്കുന്നു. ഈച്ച പറന്നു മാറുന്നു. ഈച്ച: എന്നെ അങ്ങനെ കിട്ടില്ല. തവള: മുത്തശ്ശി, ഇവനെ ഞാൻ ശരിപ്പെടുത്താം. തവള ഈച്ചയെ പിടിക്കുന്നു. രാജു: അങ്ങനെ വേണം തവളക്കുട്ടാ, നീ മിടുക്കനാണ്. പാവനാടകങ്ങൾ കണ്ണപുരം ചന്ദ്രൻ. കൂട്ടുകാരെ, ഇതുപോലുള്ള പാവനാടകങ്ങൾ കൂട്ടുകാർക്കും ചെയ്യാം കേട്ടോ. ഈർക്കിലിൽ ഇവരുടെ പടം വരച്ചതിന് ശേഷം അത് അനക്കിക്കൊണ്ട് ഈ ഒരു സംഭാഷണം കൂട്ടുകാർ പറഞ്ഞാൽ മതി. പാവനാടകമായി. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 3-ാമത്തെ അധ്യായമാണ് പഠിച്ചത്. കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായോ? കഥ ഇഷ്ടമായോ? കവിതയോ? പാഠത്തിലെ ചോദ്യോത്തരങ്ങളെല്ലാം പഠിച്ചില്ലേ? പഠിച്ചു അല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.